തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രി കഴകം നേതാവും സിനിമാ താരവുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 39ആയി. ഇതിൽ 8 കുട്ടികളും 17 സ്ത്രീകളുമുണ്ട്. കുഴഞ്ഞു വീണ കുട്ടികളടക്കം 107 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പുലർച്ചെ കരൂരിലെത്തി. വിവരങ്ങളുമായി സച്ചിൻ കരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സച്ചിൻ, വലിയ ഒരു ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് രാജ്യം. ഇപ്പോൾ നിലവിൽ വരുന്ന വിവരമനുസരിച്ച് 39 പേരാണ് മരിച്ചത്. ഇനിയും മരണസംഖ്യ ഉയരാനിടയുണ്ട് എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്ന കാര്യം. രാവിലെ തന്നെയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്തെത്തി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പുരോഗമിക്കുന്നത്. നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. TVK നേതാക്കൾക്കെതിരെ, TVKയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്താണ് ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ? എത്ര പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി? കേസന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? സിജു, തീർച്ചയായും 39 പേരാണ് ഇന്നലെ നടന്ന കരൂർ വിജയുടെ റാലിയിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞത്. അതിൽ 31 പേരുടെ മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തമിഴകത്തെയും അതേപോലെ തന്നെ ലോകത്തെയും ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് കരൂറിൽ നടന്നിട്ടുള്ളത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഒഴുക്ക് ഇന്നലെ വിജയ് പങ്കെടുത്ത റാലിയിൽ ഉണ്ടായിരുന്നു. ആ റാലിയിൽപ്പെട്ടാണ് 39ഓളം പേർ മരിച്ചത്. അത് വലിയ രീതിയിലുള്ള വിജയുടെ പാർട്ടി, അതായത് തമിഴകം വെട്രിക്കഴകത്തിൻ്റെ വലിയ പോരായ്മ തന്നെയാണ് ഇത്തരത്തിലൊരു മരണത്തിന് കാരണം എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം നിലവിൽ പോലീസിൻ്റെ റിപ്പോർട്ടിലടക്കം ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ വലിയ വീഴ്ച കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് 1000ഓളം പേർ മാത്രമാണ് റാലിയിൽ പങ്കെടുക്കുക എന്നാണ് നിലവിൽ പോലീസിന് കൊടുത്ത വിവരം. എന്നാൽ അത്തരത്തിൽ അനുമതി പോലീസ് കൊടുത്തെങ്കിൽ പോലും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ നിരവധി, അതായത് കരൂരിനൊഴികെ ദിണ്ടിഗൽ അടക്കമുള്ള സമീപ ജില്ലകളിൽ നിന്നടക്കം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ വിജയുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. മാത്രമല്ല, ജില്ലയുടെ പുറത്ത് നിന്ന്, സംസ്ഥാനത്തിൻ്റെ പുറത്ത് നിന്നടക്കം ആളുകൾ ഇത്തരത്തിൽ പരിപാടിയിലേക്ക് എത്തിയിരുന്നു. അതായത് മലയാളികൾ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പാലക്കാട് നിന്നും ഇന്നലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആൾ തന്നെ ചേരുന്നുണ്ട്. ഇന്നലെ വിജയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ആളുകളുടെ സ്ഥലപരിമിതികൾ വളരെ കുറവായിരുന്നു. അതിനൊരു ഭാഗമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം. കുറച്ചുകൂടെ സ്ഥലമുള്ള ഏരിയയിൽ പരിപാടി പങ്കെടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാവിലെ മുതൽ ആളുകൾ വന്നു? രാവിലെ മുതൽ നമ്മൾ പോയിരുന്നില്ല. നമ്മൾ 4 മണിക്കാണ് പോയിരുന്നത്. രാവിലെ മുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ എത്ര ജനങ്ങളുണ്ടായെന്ന് നമുക്കറിയില്ല. നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ പുള്ളി പുറത്ത് ആ സമയത്താണ് വരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് പുള്ളി കൊടുത്തിട്ടുള്ളൂ. പുള്ളി കയറുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ക്രൗഡ് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് 3 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു വിഷയം ഉണ്ടായി. ആ ഒരു ആംബുലൻസ് വന്നു. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര തിരക്ക് കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് മാറുമ്പോൾ ആളുകൾ വീഴും, അങ്ങനെ വീഴ്ചകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ആളുകൾ പരിക്കുകൾ ഏൽക്കുന്നത്, കുറച്ച് ആളുകൾ തളർന്ന് വീണു. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ആംബുലൻസ് കുറേയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ആ ഒന്നാം സ്ഥലം പിന്നെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ ചെറിയ ലാത്തി ചാർജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭാഗങ്ങളായിട്ട് വളരെ ക്രൗഡ് അവിടെ സംഘടിച്ചിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രദേശത്ത് സന്ദർശിച്ചപ്പോൾ കണ്ടത് റോഡിന് ഇരുവശത്തും വലിയ രീതിയിൽ ഫ്ലക്സുകൾ താമസിച്ചിരുന്നു. ഫ്ലക്സുകളിൻ്റെ അപ്പുറത്തും സ്ഥലം വളരെ കുറവായിരുന്നു. ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ സ്ഥലം ഉണ്ടായിരുന്നു. കുറേ ആളുകൾ, കുട്ടികളെ കൊണ്ടുപോയ ആളുകൾ, ഒരുപാട് ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ആളുകൾ ഈ പരിപാടിയെ കാണാൻ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിജയ് കാണാൻ വേണ്ടി വന്നു തന്നെയാണ്. അല്ലാതെ വേറെ ഇപ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പുള്ളിയെ കാണാൻ വേണ്ടി വന്നു തന്നെയാണ്. പുള്ളി കുറച്ചുകൂടെ മുമ്പ് തന്നെ പുള്ളിയെ കണ്ടിരുന്നെങ്കിൽ കുറേ എത്ര തിരക്കുണ്ടായില്ല. പുള്ളിയെ കാണാൻ ആരും അനുമതി കൊടുക്കാത്തതാണ് ആവാമെന്നാണ് ഞാനിവിടെ എല്ലാവരും പറയുന്നത് കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സത്യസന്ധം എന്താണെന്ന് നമുക്കറിയില്ല. ഇത് സത്യസന്ധമായിട്ട് സ്ഥലപരിമിതി തന്നെയാണ് അതിൻ്റെ ഭാഗത്ത്. വരുന്നൊരു ആരോപണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മരണം ആദ്യമായിട്ട് സംഭവിക്കുന്നു. 100% എന്നായിരിക്കും ഞാൻ കരുതുക. ഞാനിപ്പോൾ കരൂര് വന്നിട്ടിപ്പോൾ ഒരു 3-4 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. എൻ്റെ വൈഫോടെ ജോലി ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. ഞാൻ ഇതുവരെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായില്ല. ഇവരുടെ തിരുവിഴ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം പോലും ഇത്ര ഒരു പ്രളയം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
തീർച്ചയായും സിജു അത് തന്നെയാണ്. കാരണം മുൻപൊന്നും ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം എന്ന് തന്നെയാണ് നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള പാലക്കാട്ടുകാരനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം തമിഴ് ജനത ഒന്നാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം രാവിലെ മുതൽ നമ്മൾ ഇവിടെ സച്ചിൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പാലക്കാട്ടുകാരനെ മലയാളിയുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് സച്ചിൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിജയ് എന്ന് പറയുന്ന പരാജയങ്ങളുടെ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഈ നടൻ, ആ നടന്റെ മാത്രം പിഴവാണ് ഈ ദുരന്തത്തിനിടയാക്കിയത്. ഈ നടൻ സംഘടിപ്പിക്കുന്ന എല്ലാ റാലികളിലും ഇത്തരത്തിലുള്ള അനധികൃതമായ ഇടപെടലുകൾ, നേരത്തെ പറയുന്ന സ്ഥലത്ത് 8 മണിക്ക് വരാമെന്ന് പറയുന്നിടത്ത് വൈകി 5-6 മണിക്കൂറും വൈകി എത്തുക, അവിടങ്ങളിലേക്ക് ആളുകൾ തിങ്ങിക്കൂടുക, ആളുകൾക്ക് വെള്ളം കിട്ടാതെ കുടിജലം പോലും കിട്ടാത്ത സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായത്. നിർജ്ജലീകരണം മൂലമാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്നത്. അവർക്കിടയിലേക്കാണ് ആ കാരവനിൽ മുകളിൽ നിന്നുകൊണ്ട് വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നത്. സ്വാഭാവികമാണ്, വെള്ളം കിട്ടാത്ത ജനങ്ങൾ തിക്കിക്കൂടും. അതുതന്നെയാണ് പരാജയങ്ങളുടെ ഘോഷയാത്ര. വിവേകമില്ലാത്ത നടപടിയാണ് വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുതന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തമിഴകം ഇന്ന് ചർച്ച ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായും സിജു, ഇന്നിപ്പോൾ രാവിലെ മുതൽ, അതായത് ഇന്നലെ രാത്രിയോടുകൂടെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞാനും എൻ്റെ പാലക്കാട് യൂണിറ്റ് അടക്കം ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് പോലും രാവിലെ 8 മണിക്ക് ശേഷം കൊടും ചൂടാണ് ഈ പ്രദേശത്തൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്നലെ എത്രത്തോളം കൊടും ക്രൂരത ചെറിയ കുഞ്ഞുങ്ങളടക്കം അനുഭവിച്ചിട്ടുണ്ടാകും എന്നതാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം രാവിലെ മുതൽ ആളുകളെല്ലാം വിജനമായ ആ കരൂരിലെ റോഡിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ വെച്ച് നിരവധി പേർ കൂട്ടം കൂടുന്നു. ഉച്ചയോടുകൂടെ വലിയ ജനപ്രവാഹം ജനസാഗരമായി മാറുന്നു. വൈകിട്ടോടുകൂടെ അവിടെ ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് എന്ന് തന്നെയാണ് നിലവിൽ നാട്ടുകാരടക്കം പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ അവിടെ ഉണ്ടാകുന്നു. കാരണം സിജു പറഞ്ഞതുപോലെ തന്നെ നിർജ്ജലീകരണം സംഭവിച്ചാണ് കൂടുതൽ പേരും ഇത്തരത്തിൽ അപകടത്തിലും അതേപോലെ തന്നെ മരണത്തിനും കീഴടങ്ങിയത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. മാത്രമല്ല വലിയ രീതിയിൽ ചൂടും അതേപോലെ തന്നെ മറ്റ് അസ്വസ്ഥതകളും കുട്ടികൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കുപ്പി വെള്ളം പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന ഒരു ആരോപണം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ആംബുലൻസിന് പോലും ഈ ജനങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ധുക്കൾ അടക്കം അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ നേരത്തെ സച്ചിൻ പറഞ്ഞ പോലെ 31 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി 8 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. മരിച്ചവരുടെ ബന്ധുക്കളായിരിക്കണം അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ആശുപത്രിക്ക് മുന്നിലും വലിയ തരത്തിലുള്ള തിരക്കുണ്ട് ഇപ്പോൾ. സിജു, മരിച്ചവരുടെ ബന്ധുക്കളും നിരവധി പേര് ഈ ആശുപത്രി പരിസരത്തുണ്ട്. മാത്രമല്ല ഈ രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോഴുള്ള ഒരു തിരക്ക് കൂടെയുണ്ട്. കാരണം രാവിലെ മുതൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം ഈ മോർച്ചറിയിലും അതേപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 107ഓളം പേരുണ്ട്. അവരെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇന്ന് രാവിലെ എത്തുമെന്ന് പറഞ്ഞിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട് ഇന്ന് പുലർച്ചയോടുകൂടെ മെഡിക്കൽ കോളേജിൽ എത്തുകയും തുടർന്ന് അതിനുശേഷം രോഗികളെയും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ആശുപത്രിക്ക് മുന്നിലേക്കും എത്തുകയായിരുന്നു. അവിടെ വെച്ച് ബന്ധുക്കളെയും അതേപോലെ തന്നെ അപകടത്തിൽ മരണമടഞ്ഞവരെയൊക്കെ നേരിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 107ഓളം പേര് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരെ സന്ദർശിച്ചു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെ അടക്കം സന്ദർശിച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കരൂരിൽ നിന്നും മടങ്ങിയത്. തുടർന്ന് ഇവിടെ, അതായത് ആശുപത്രിയിലെത്തിയ മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ ആശുപത്രി ഉദ്യോഗസ്ഥരുമായും ഡോക്ടർമാരുമായെല്ലാം ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം കൃത്യമായ ചികിത്സാ പുരോഗതി അടക്കം വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ നിന്നും മടങ്ങിയത്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് മന്ത്രിസഭാ യോഗമടക്കം വിളിച്ചുകൊണ്ട് അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ചികിത്സാ സഹായവും അതേപോലെ തന്നെ മരണമടഞ്ഞ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായി. കരൂർ മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ
കരൂർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇന്ന് രാവിലെ മുതൽ നമുക്ക് വലിയ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ് കണ്ടത്. കാരണം 39 പേരുടെ ജീവനാണ് വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയുടെ ഭാഗമായിട്ട് ജീവൻ പൊലിഞ്ഞത്. എത്തരത്തിലൊരു ലോകത്ത് തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ആ 39 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അതായത് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്, മകനെ നഷ്ടപ്പെട്ട അമ്മ അലറി വളരെ സാധിച്ചത്. അടുത്ത മാസം കല്യാണം നടക്കാൻ പോകുന്ന മകനെ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ നെഞ്ചു പൊട്ടുന്ന നിരവധി ഓർമ്മകളാണ് ഇവിടെ വെച്ച് നമുക്ക് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. മാത്രമല്ല ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പിഴവ് നിന്നും ഉണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ മലയാളി കൂടിയായിട്ടുള്ള വ്യക്തി പറഞ്ഞതും അത് തന്നെയാണ്. കാരണം കൃത്യമായ ഒരു ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. മുൻപും വിജയുടെ റാലി പല സ്ഥലങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതലാണ് സർക്കാർ സച്ചിൻ, ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ദുരന്തം, ആ ദുരന്തത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 39, 17 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 117 പേർ ചികിത്സയിലാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്.